അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയുടെ മെയിൻ ബസ് റൂട്ട്. ഫ്രണ്ടേജ് നമുക്ക് ബസ് റൂട്ടായിട്ട് വരുന്നത്. നല്ല വിശാലമായൊരു എൻട്രൻസ് തന്നെയാണ് ഫ്രണ്ടിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഓഫീസ് വരുന്നത് സെക്യൂരിറ്റി ഓഫീസാണ്. സെക്യൂരിറ്റി ക്യാമറ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മെയിൻ ഈ ഒരു എൻട്രൻസ് ഗേറ്റിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന വീടിനെ കുറിച്ചാണ് നമ്മളിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങൾക്ക് ഫുൾ വരാൻ പോകുന്നത്. ഈ ഒരു വീടാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഈ കാണുന്ന ലക്ഷറി ലുക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ള് ചുടുകട്ടയിലാണ്, നമുക്ക് റെഡ് ബ്രിക്സിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫുള്ള് തേക്കും നമുക്ക് പ്ലാവുമാണ് നമുക്ക് തടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കറക്റ്റായിട്ട് വാസ്തു ബേസ്ഡായിട്ട് നമുക്ക് പണി ചെയ്ത് തീർത്ത നമ്മളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് വാസ്തു നമ്മൾ കിഴക്ക് ദർശനമാണ് നമുക്ക് വരുന്നത്. നമുക്ക് തൊട്ടടുത്ത് വില്ലാസും കാര്യങ്ങളും പണി തീർത്ത് വരുന്നുണ്ട്. സെയിലിനായിട്ട് നമുക്ക് വില്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഞാൻ നമുക്ക് തുടരെ ഇന്നത്തെ പറയുന്നുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇത് നമുക്ക് നോക്കുമ്പോഴത്തെ എലിവേഷൻ നമുക്ക് എ ഫ്രെയിം എലിവേഷൻ അതുപോലെ തന്നെ കേബിൾ റൂഫും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർത്ത ഒരു വില്ല പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ ടാറിട്ട ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. ഒരു 5 മീറ്റർ റോഡാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം 2 കാറൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഗേറ്റഡ് കമ്മ്യൂണിറ്റി വരുന്ന വില്ല പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് ബസ് റൂട്ട് വരുന്നത്. ഇത് കറക്റ്റ് സ്ഥലം നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം പെരികാവുന്ന സ്ഥലത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വരുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്നൊരു 9 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊരു 14 കിലോമീറ്ററിനകത്താണ് ചുറ്റളവിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടിയുടെ അടുത്തൊക്കെ തന്നെ അത്യാവശ്യം നമുക്ക് സ്കൂള് അതുപോലെ തന്നെ പെട്രോൾ പമ്പ് അതുപോലെ സൂപ്പർ മാർക്കറ്റ് എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ഒരു 2.5 കിലോമീറ്റർ മാറി തന്നെയാണ് നമുക്ക് തിരുമല രാമേന്ദ്ര നമുക്ക് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അടുത്ത് ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് എല്ലാം നമുക്ക് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമുക്ക് ഈ വരുന്നത്. അപ്പോൾ ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൽ നമുക്കൊരു നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു വീട് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ വീടിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിടക്കാം. 5.4 സെൻറ്റ് ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും പ്ലസ് ഒരു തിയേറ്റർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ഒരു വില്ലയാണ് നമുക്ക് ഈ ഒരു കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഇതിൻ്റെ ഇത് പറഞ്ഞുതരാം. 5.4 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും പ്ലസ് ഒരു തിയേറ്റർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു വില്ലാണ് നമുക്ക് വരുന്നത്. കിഴക്ക് ദർശനമാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. ഒരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് എൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ രീതിയിൽ തന്നെയാണ് ഒരു എൻട്രൻസ് വീടിന് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലോട്ട് നമുക്ക് വരുമ്പോൾ ഫ്രണ്ടേജ് എല്ലാം തന്നെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു SUVയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും നമുക്ക് സ്പോട്ട് ലൈറ്റും എല്ലാം ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി നമുക്ക് തീർത്തിരിക്കുന്ന ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഗാർഡനും പ്രൊവിഷനും എല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു രണ്ടാമത്തെ ഒരു വണ്ടി നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അത്യാവശ്യമുണ്ട്. ഇപ്പോൾ 2 വണ്ടി വരെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആണ്. മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറുണ്ട്. അതുകൂടാതെ നമുക്ക് പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 10x4 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു അടാറ് സിറ്റൗട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ വുഡൻ പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വാളെല്ലാം നമുക്ക് ഡെക്കറേഷനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവറാക്കിയിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും ഫാൻസി ലൈറ്റൊക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുള്ളത്. 10x4 നമുക്ക് ഇത് സിറ്റൗട്ടിൻ്റെ ഡയമെൻഷൻ. നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഫ്രണ്ട് സിറ്റൗട്ട് തന്നെയാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന മെയിൻ ഡോറ് നമുക്ക് വന്നിരിക്കുന്നത് ഫുള്ള് തേക്കിൻ തടിയിൽ തന്നെയാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ ഫുള്ളും തേക്കിൻ തടിയിലാണ് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡിസൈനും നല്ല ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് മെയിൻ ഡോർ വരെ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്.
ഫോൾ സീലിംഗ് എല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ലിവിങ് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്ന നല്ല ആദ്യം പറഞ്ഞതുപോലെ തന്നെയുള്ള ലക്ഷറി ലുക്ക് വരുന്ന ഒരു ലിവിങ് ഏരിയ തന്നെയാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നമ്മൾ ഇപ്പം അകത്തോട്ട് വന്നിരിക്കുമ്പോഴത്തേക്കും ഒരു 30x16 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയാണ് വന്നിട്ടുള്ളത് കേട്ടോ. വർക്കെല്ലാം തന്നെ അടിപൊളി നീറ്റായിട്ട് കംപ്ലീറ്റാക്കി ചെയ്ത് തീർത്തിരിക്കുന്ന റെഡി ടു മൂവ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വീടാണ്. അതിൻ്റെ ഒരു ലിവിങ് ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫാൻസി ലൈറ്റ് നമുക്ക് നടുക്കുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഫോൾ സീലിംഗ് വർക്കിലായിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിങ്ങിൽ തന്നെ നമുക്ക് പ്രീമിയം രീതിയിൽ വരുന്ന അത്യാവശ്യം നല്ല ലുക്കിൽ വരുന്ന പ്രീമിയം രീതിയിലുള്ള ക്വാളിറ്റി ടൈൽസ് തന്നെയാണ്, വെരിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു വാൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വാൾ ഡിസൈനും ടെക്സ്ചർ വർക്കാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ. നമുക്ക് അതെല്ലാം ഫുള്ള് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം യൂസ് ചെയ്ത് സ്പോട്ട് ലൈറ്റ് എല്ലാം കൊടുത്ത് ഡെക്കറേഷൻ ചെയ്ത് നമുക്ക് കംപ്ലീറ്റായി ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് ഏരിയയാണ്. അത്യാവശ്യം വലിയൊരു TV ഒക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു TV യൂണിറ്റ് ഏരിയയാണ് ഈ കാണുന്നത്. നമുക്ക് മെയിൻ ബാക്കിലോട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് TV യൂണിറ്റിൻ്റെ കിട്ടുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 16x12 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിലുള്ള നമുക്ക് ലിവിങ് ഏരിയയിൽ കണ്ടതുപോലെ തന്നെയുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഡൈനിങ് ഏരിയ നമുക്കൊരു പ്രത്യേകം വരുന്ന നമുക്കൊരു ഓപ്പൺ മോഡൽ വരുന്ന ലോങ് ഓപ്പൺ മോഡൽ വരുന്ന ഒരു സംഭവമാണ്. ഫോൾ സീലിംഗ് ഇല്ല. നമുക്ക് ചെറിയ 2 പ്രൊഫൈൽ ലൈറ്റ് ചാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഇത്രയും പൊക്കത്തിൽ വരുന്ന ഒരു ഓപ്പൺ ഏരിയയാണ് നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും ഫോൾ സീലിംഗ് അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ തന്നെ ഒരു ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഇതാണ് നമുക്കിപ്പോൾ കാണുന്നത്. നല്ല മനോഹരമായൊരു വർക്ക് തന്നെയാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമുക്ക് നേരെ ഈ കാണുന്നതാണ് നമുക്ക് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്കിനി നേരെ കിച്ചണിലോട്ട് പോകാം. കിച്ചൺ ഈ കാണുന്നതാണ് നമുക്ക് കിച്ചൺ വരുന്നത്. 12x10 ഡയമെൻഷൻ വരുന്ന കിച്ചണാണ് ഇത്. നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലോസി അല്ല, അത്യാവശ്യം പ്രീമിയം രീതിയിലുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചുവരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മുക്കാലോളം പോർഷൻസ് നമുക്കിവിടെ ടൈൽ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് പണിതിട്ടുള്ളത്. ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സെപ്പറേറ്റ് സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. മോഡുലാർ രീതിയിലുള്ള കിച്ചണാണ് നമുക്കിവിടെ പണിതിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ കിച്ചണിൻ്റെ പണിയെല്ലാം തീർത്തിട്ടുള്ളത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 12x10 ഡയമെൻഷൻ. നമുക്ക് നേരെ വർക്ക് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ വർക്ക് ഏരിയ. 10x4 ഡയമെൻഷൻ. അത്യാവശ്യം നല്ല സ്പേഷ്യസും കാര്യങ്ങളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ തന്നെയാണ്. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ് നമുക്ക് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്പേഷ്യസ് ആയിട്ട് നമുക്ക് കുറേ ക്യാബിനറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. സിങ്കും കാര്യങ്ങളും ഉൾപ്പെടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് റൂമിലോട്ട് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് 2 ബെഡ്റൂം നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം തന്നെ പ്രീമിയം രീതിയിൽ വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വാൾ റൂഫ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള ഡിസൈൻ വരുന്ന വാൾ റൂഫ്സും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ജാഗോർ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ഇവിടെ യൂസ് ആക്കിയിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് പ്രീമിയം രീതിയിൽ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x12 തന്നെയാണ് ഈ റൂമിന്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂമെല്ലാം ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസ് കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വാർഡ്രോബ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഡിസൈൻ വരുന്ന ഒരു വാർഡ്രോബ്സും കാര്യങ്ങളാണ് നമുക്ക് റൂമിൽ ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു റൂമും. ഈ കാണുന്നതാണ് റൂമിലെ ബാത്റൂം. ജാഗോർ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമുക്ക് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് വുഡൻ ഇതിലാണ്, തടിയിലാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. തടിയും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ പ്രിന്റഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ ഒരു വർക്കാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ചാനൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വരുന്ന ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ചുമരാണ്. ടോപ്പ് ലെവൽ വരെ ടോപ്പ് അങ്ങറ്റം വരെ നമുക്ക് ഒരു ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ഡിസൈൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ അപ്പം വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ നമുക്ക് ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 24x22 ഈ ഒരു ഹോളിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഹോള് തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു കോർണറിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. അതിനുള്ള ഔട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു ഹാൾ, 2 ബെഡ്റൂം, ഒരു തിയേറ്റർ, പിന്നെ ഒരു ബാൽക്കണിയാണ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമായ റൂമാണ് ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ്സ് ഒക്കെ നല്ല കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള നല്ല വിശാലമായ ഒരു റൂമാണ്. ഈ ഒരു ഡിസൈൻ വരുന്ന ഒരു വാർഡ്രോബ്സ് ആണ് നമുക്ക് ഈ റൂമിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. നല്ല വിശാലമായ ഒരു ബാത്റൂം തന്നെയാണ്. മാറ്റ് ഫിനിഷ് വരുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടൈൽസ് തന്നെയാണ് ബാത്റൂമിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ഇട്ടിട്ടുള്ളത്. ജാഗോർ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണാൻ പോകുന്നത്. 14x16 റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി പ്രീമിയം രീതിയിൽ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വാർഡ്രോബ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ വരുന്ന വാർഡ്രോബ്സ് ആണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ പ്രീമിയം രീതിയിലുള്ള മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് ആണ് യൂസ് ആക്കിയിരിക്കുന്നത്. ജാഗോർ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി നേരെ വീടിൻ്റെ മിനി തിയേറ്ററിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഒരു മിനി തിയേറ്റർ വരുന്നത്. ഇതിനകത്ത് എല്ലാ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ടറും അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഡിവൈസസ് എല്ലാം തന്നെ നമുക്ക് വെച്ചിട്ടുണ്ട്. സ്പീക്കേഴ്സ് ആയാലും എല്ലാം നമുക്ക് ചെയറും കാര്യങ്ങളൊക്കെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമൈസ്ഡ് അനുസരിച്ചിട്ടായിരിക്കും ചെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കസ്റ്റമർ തന്നെ നമുക്ക് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് അവർ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിയേറ്ററിൽ വരുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു കോർണറിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും തിയേറ്ററിൻ്റെ ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പർ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും സ്ക്രീൻ ഉൾപ്പെടെ വരുന്ന ഒരു വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് തിയേറ്ററിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് നമുക്ക് പോവാം. ഈ പോകുന്നതാണ് നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും. ഈ കാണുന്നതാണ് മെയിൻ ബാൽക്കണി വരുന്നത്. 10x6 നമുക്ക് ബാൽക്കണിയുടെ ഡയമെൻഷൻ. ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് പ്രീമിയം രീതിയിലുള്ള ടൈലും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാൾ പാനലൊക്കെ യൂസ് ചെയ്ത് വുഡൻ രീതിയിൽ വരുന്ന തടിയിൽ വരുന്ന വാൾ പാനലൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫോൾ സീലിംഗ് വർക്കായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ബീമിൻ്റെ ഈ ഒരു പോർഷനിലും നമുക്ക് വുഡൻ പാനൽ യൂസ് ചെയ്ത് അതിനകത്ത് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം 3 സ്പേസിൽ വുഡൻ പാറ്റേൺ വരുന്ന പാനൽ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽസൊക്കെ തന്നെ ഗ്ലാസും അതുപോലെ തന്നെ സ്റ്റീലുമാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമുക്ക് വീടുകളൊക്കെ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ബാൽക്കണി നമുക്ക് വരുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഇത്രയും മനോഹരമായ ലക്ഷറി ലുക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു 5.400 സെൻറ്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമും ഒരു തിയേറ്റർ ഉൾപ്പെടെ വരുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 1,35,00,000 അത് തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പം വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.